പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു. ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് 1200 കർക്കിടക മാസം 5-ാം തീയതി തിങ്കളാഴ്ച, അതായത് 2025 ജൂലൈ 21-ാം തീയതി തിങ്കളാഴ്ച മുതൽ ഒരു വാരക്കാലത്തേക്കുള്ള കർക്കിടക മാസം 11-ാം തീയതി വരെയുള്ള ജൂലൈ മാസം 28-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഈ വാരം ഗ്രഹങ്ങളുടെ സ്ഥാനമാണ് നാം ആദ്യം ചർച്ച ചെയ്യുന്നത്. മേടൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല. ഇടവൻ രാശിയിൽ ചന്ദ്രനും ശുക്രനും, മിഥുനത്തിൽ വ്യാഴം, കർക്കിടകത്തിൽ സൂര്യൻ, ബുധൻ, ചിങ്ങത്തിൽ ചൊവ്വ, കേതു, 11-ാം ഭാവത്തിൽ രാഹു, 12-ാം ഭാവത്തിൽ ശനി. ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി. പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ രാശിയിൽ ശനിയുണ്ട്. 3-ാം ഭാവത്തിൽ ശുക്രനാണ്, ചന്ദ്രനോടുകൂടെ നിൽക്കുന്നു. 4-ാം ഭാവത്തിൽ വ്യാഴം, 5-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, 6-ാം ഭാവത്തിൽ ചൊവ്വ, കേതുവോടുകൂടി 12-ൽ രാഹു. ഇവിടെ കുംഭൻ രാശിക്കാർക്ക് ഒരു വിഷസ്പർശമേൽക്കേണ്ട യോഗം രാശിയിൽ കാണുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കുക. അസമയത്തുള്ള യാത്ര അല്ലെങ്കിൽ തടഞ്ഞു വീഴുക, എന്തെങ്കിലുമായി ശാരീരികമായി വിഷസ്പർശത്തിൻ്റെ യോഗം കാണുന്നുണ്ട്. ശ്രദ്ധിക്കണം. അസമയത്ത് വീടൊക്കെ വളരെ ശുദ്ധിയോടുകൂടി തന്നെ പരിരക്ഷിക്കുക. അല്ലെങ്കിൽ വളരെ ഇഴജന്തുക്കൾ വന്ന് വീട്ടിൽ, മഴക്കാലമാണ്, അതിനാൽ ജാഗ്രത പാലിക്കുക. ലഗ്നത്തിലെ ശനി ആത്മീയമായ വലിയൊരു ഉണർവ് പ്രദാനം ചെയ്യുന്ന ഒരവസ്ഥ സംജാതമാക്കുന്നതാണ്. 3-ാം ഭാവത്തിൽ സന്താനപതിയായ ചന്ദ്രൻ ഉച്ചസ്ഥനായ ശുക്രനോടുകൂടെ നിൽക്കുന്നുണ്ട്. അതിനാൽ നൃത്തം, തൗരത്രികം, പാട്ട്, കൂത്ത്, കലകൾ, ഇതുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനത്തിലുള്ളവർക്ക്, അല്ലെങ്കിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, അല്ലെങ്കിൽ പുതുതായി വിദ്യ അഭ്യസിക്കുന്നവർക്ക് അടുത്ത ചിങ്ങമാസമൊക്കെ വരുന്നുണ്ട്. അതിനുവേണ്ടി നന്നായി ഉത്സാഹിക്കുക. 5-ാം ഭാവത്തിൽ സൂര്യനോടുകൂടെ ബുധൻ നിൽക്കുന്നുണ്ട്. സാമ്പത്തികമായി എന്തെങ്കിലും ഗുണപരമായ ചിന്തകൾക്ക് ഈ വാരം വളരെ അനുകൂലമാണ്. കാരണം 5-ൽ ബുധൻ വരുമ്പോൾ എങ്ങനെ സന്താനം ഉണ്ടാക്കാം, അതിൽ ഗവേഷണം നടത്തേണ്ട ആവശ്യമില്ല. 5-ൽ ബുധൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായി കാശുണ്ടാക്കാൻ, സാമ്പത്തികമായി അഭിവൃദ്ധിക്ക് വേണ്ട വിഷയങ്ങളിലേക്ക് വ്യാപരിക്കുവാൻ മനസ്സും ശരീരവും തയ്യാറാകും. അപ്രകാരം ദമ്പതികൾക്ക് സന്താന വിഷയത്തിലേക്ക് ഈ വാരം വളരെ അനുകൂലമാണ്. എബോർഷൻ വരാതെ ശ്രദ്ധിക്കണം. 4-ാം ഭാവത്തിലുള്ള വ്യാഴം ആത്മീയമായ ഈ ലഗ്നത്തിലെ ശനിയുടെ സ്വഭാവത്തെ അരക്കിട്ടുറപ്പിക്കും. പലപ്പോഴും ഫാമിലി ലൈഫിനെക്കാളും ഒരു ആത്മീയമായ ഉണർവ് പ്രയറിലൂടെ, മെഡിറ്റേഷനിലൂടെ ലഭിക്കുന്ന വാരമാണ്. അതിനുവേണ്ടി ഉത്സാഹിക്കണം. മറ്റ് വലിയ ബുദ്ധിമുട്ടുകളൊന്നും മീനൻ രാശിക്കാർക്ക് ഈ ഒരു വാരത്തില്ല. ധനം നഷ്ടപ്പെടാതെ ശ്രദ്ധിച്ചാൽ അത്രയും നല്ലത്. തൻ്റെ കൈകൊണ്ട് കാശ് കൊടുത്താൽ അതിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ സാമ്പത്തിക വിഷയത്തിന് അവലോകനം ചെയ്യണം, ശ്രദ്ധിക്കണം. എല്ലാ പ്രിയപ്പെട്ട മീനൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.